വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. നമ്മൾ ഇന്ന് 6ാം ക്ലാസ്സിലെ ഹിന്ദിയുടെ ഒരു പാഠം ഒന്ന് നോക്കാം നിങ്ങൾ കേട്ടോ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്ക് ക്ഷമിച്ചു തരാം കേട്ടോ. കാരണം ഹിന്ദി ഞാൻ അങ്ങനെ വലുതായിട്ട് എടുക്കുന്നതല്ല. പിന്നെ നമ്മുടെ ചാനലിൽ കുറേ പേര് ഹിന്ദിയുടെ നോട്ട് ഇല്ലയോ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാനിത് തരുന്നത്. തെറ്റുമല്ലോ ഉണ്ടെങ്കിൽ എനിക്ക് ക്ഷമിച്ചേക്കണം നിങ്ങൾ കേട്ടോ. ചിലപ്പോൾ പറയുന്നതിലൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ, കാരണം ഞാനിത് വലുതായിട്ട് കൈകാര്യം ചെയ്യുന്നൊരു വിഷയമല്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഒന്നും അറിയാൻ വയ്യാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്ന് കരുതിയ എന്ന് വിചാരിച്ച് തെറ്റൊന്നും ഞാൻ പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമുക്ക് പാഠത്തിൻ്റെ പേരെന്താണെന്നറിയാം? സീഗഡി മച്ചിലി സൂഖി ക്യോം നഹി എന്ന് പറയുന്ന ഒരു പാഠമാണ്. നിങ്ങളുടെ പേജ് നമ്പർ 49 എടുത്തിക്കണേ നിങ്ങൾ കേട്ടോ. അപ്പം അതിനകത്തിൽ ഒരു നാടോടി കഥയെക്കുറിച്ചാണ് നിങ്ങളെ പറയുന്നത് കേട്ടോ. ഒരു നാടോടി കഥ, അതായത് കടലിൻ്റെയും മത്സ്യങ്ങളുടെയും അതിനെ ആശ്രയിച്ച് കഴിയുന്ന കുറേ മനുഷ്യരുടെയും കഥ പറയുന്ന ഒരു നാടോടി കഥയെന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. ലോകകഥ കേട്ടോ. അപ്പോൾ ഇതിനകത്തിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആ പിക്ചർ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കി തരുന്നുണ്ടല്ലേ. ഇതിനകത്തിൽ നോക്കി, ഇത് ഞാൻ വായിച്ചു കഴിഞ്ഞാൽ വായിച്ചുകൊണ്ടിരിക്കാനേ പറ്റും. നമ്മുടെ ടീച്ചർ വായിച്ച് നമ്മളെല്ലാം പറഞ്ഞു തന്നതാണ്. പക്ഷേ ഈ കഥ ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാൻ എളുപ്പമാണ്. എന്താണെന്നറിയോ? ഈ സമുദ്രക്കെ കിനാരയെന്ന് തുടങ്ങുന്നത്, അതായത് കടൽക്കരയിൽ ഒരു ഗ്രാമമുണ്ടായിരുന്നു. ഗാവെന്ന് വെച്ചാൽ ഗ്രാമമാണ് കേട്ടോ. കടലിൻ്റെ കര, കടൽക്കരയിൽ ഒരു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ ഒരു മത്സ്യത്തൊഴിലാളി കേട്ടോ, മത്സ്യത്തൊഴിലാളി. അപ്പോൾ അതിൻ്റെ എല്ലാം മീനിങ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇതൊന്ന് വായിച്ചിട്ട് ഞാൻ മീനിങ് പറയാം. മീനിങ് എന്നിട്ട് പറയാം നിങ്ങൾ. അപ്പോൾ ഇവിടെ കടൽക്കരയിൽ ഒരു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ ഒരു മത്സ്യത്തൊഴിലാളി കുടുംബം താമസിച്ചിരുന്നു. മത്സ്യത്തൊഴിലാളിയുടെ ഭാര്യ, അവരുടെ ഭർത്താവ്, അവരുടെ ഒരു കുഞ്ഞു മകനും മത്സ്യത്തൊഴിലാളിയുടെ അമ്മയും ഒക്കെ, അത്രയും പേരായിരുന്നു ആ കുടുംബത്തിൽ താമസിച്ചിരുന്നത്. ആരൊക്കെയാ? ഒരു അമ്മൂമ്മ, അതാണ് മുത്തശ്ശിയാണ് കേട്ടോ. അതായത് അത്രയും നമ്മൾ പറയുമ്പോൾ ഒരു മുത്തശ്ശി, ഒരമ്മ, അച്ഛൻ, ഒരു കുഞ്ഞ്, 4 പേരേ ഉള്ളൂ. പറഞ്ഞപ്പോൾ അങ്ങ് ഒരുപാടായിട്ട് തോന്നുന്നെങ്കിൽ. അപ്പോൾ ഇവർ 4 പേരോട് അടങ്ങുന്ന ഒരു കുടുംബവും നിങ്ങളെ. അവർ മത്സ്യത്തൊഴിലാളികളാണെന്ന് വെച്ചാൽ എന്താ? ഈ മത്സ്യത്തൊഴിലാളി കടലിൽ നിന്നും മത്സ്യം പിടിച്ച് കൊണ്ടുവരുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി, അതായത് പടത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജോലി കടലിൽ പോയിട്ട് മീൻ പിടിച്ചുകൊണ്ട് വരികയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിൽ ആ മത്സ്യങ്ങൾ, അദ്ദേഹം പിടിച്ചു കൊണ്ടിരുന്ന മത്സ്യങ്ങൾ മാർക്കറ്റിൽ അല്ലെ ചന്തയിൽ അല്ലെ കമ്പോളത്തിൽ അല്ലെ, ഓരോ സ്ഥലത്ത് ഓരോ ഭാഷയാണ് പറയുന്നത്, അവിടെ കൊണ്ടുപോയി അതിനെ വിൽക്കുന്നു. അപ്പോൾ ഭർത്താവ് മീനെ പിടിച്ചുകൊണ്ട് വരുന്നു, ഭാര്യ അത് കൊണ്ടുപോയി വിൽക്കുന്നു. കണ്ടോ, പിക്ചറിൽ തന്നെ ഉണ്ട്, കൊണ്ടുപോയി വിൽക്കും. വൃദ്ധയായ അമ്മ എന്ത് ചെയ്യുന്നറിയോ? ബാക്കിയുള്ള, ഇപ്പം എന്നും കൊണ്ടുപോകുന്ന മീനെല്ലാം വിൽക്കണമെന്നൊന്നുമില്ല അല്ലേ, കുറേയൊക്കെ ബാക്കി വരും, കുറേയൊക്കെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ബാക്കി വരുന്ന മത്സ്യം അല്ലെങ്കിൽ മീന് എല്ലാം വെയിലത്ത് വെച്ച് ഉണക്കുമായിരുന്നു. വെയിലത്ത് വെച്ച് ഉണക്കുമായിരുന്നു അല്ലേ. അപ്പോൾ കുട്ടി കിടന്ന് കരഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ ഒരു പൊടിക്കുപ്പി ഇവിടെ കിടപ്പുണ്ട്, കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഇത് 24 മണിക്കൂറും കിടന്ന് കരച്ചിലായിരിക്കും അല്ലേ. ആ ഈ മാറ്റേ കിടത്തിയേക്കും കേട്ടോ, ഒരു മാറ്റേ കിടത്തിയിരിക്കുകയാണ്. ഇത് കിടന്ന് കരച്ചിലാണ്. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഈ ഫസ്റ്റ് പേജിൽ പറയുന്ന സംഭവം ഇതേ ഉള്ളൂ. ഇവിടെ ഇതൊരു മത്സ്യത്തൊഴിലാളിയുടെ കുടുംബമാണ് അല്ലേ. അതിൻ്റെ അച്ഛനാണെങ്കിൽ കടലിൽ പോയി മീൻ പിടിച്ചു കൊണ്ടുവരുന്നു. അമ്മയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ആ മീനെല്ലാം എല്ലാം കൊണ്ടുപോകാൻ പറ്റത്തില്ല അല്ലേ, കുറേയൊക്കെ കൊണ്ടുപോയി വിൽക്കുന്നു. ബാക്കി വരുന്നത് അവിടുത്തെ അമ്മൂമ്മ അല്ലേ, മുത്തശ്ശി എന്ത് ചെയ്തു? ഉണക്കുന്നു. ഈ സമയത്ത് ഇവിടെ ഒരു കുഞ്ഞുണ്ട് അല്ലേ. ആ കുഞ്ഞ് അവിടെ കിടന്ന് കരയുന്നതായിട്ടാണ് നമ്മുടെ ഫസ്റ്റ് പേജിൽ പറയുന്നത് കേട്ടോ. തൊട്ടിപ്പുറത്തെ പേജ് ഒന്ന് നോക്കണേ. നമ്മൾ ഇത്രയും ഓക്കെ ആണല്ലോ, കഥ മനസ്സിലാക്കണേ. അപ്പോൾ നമുക്ക് കഥ മനസ്സിലാക്കാമെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാൻ എളുപ്പമാണ് അല്ലേ. ഏക്ക് തിന്ന് അവിടെ തൊട്ട് അതിൻ്റെ ഒന്നും നോക്കണേ കുഞ്ഞുങ്ങളെ. അപ്പം ഒരു ദിവസം ഈ മീൻപിടുത്തക്കാരൻ വലയുമായിട്ട് വള്ളത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒരു ദിവസം മീൻപിടുത്തക്കാരൻ വലയുമായിട്ട് വള്ളത്തിലിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ മീൻ വിൽക്കാൻ മാർക്കറ്റിലേക്ക് പോയി. വീട്ടിൽ വൃദ്ധയായ അമ്മ ബാക്കിയുള്ള മീൻ വെയിലത്തിട്ട് ഉണക്കുകയായിരുന്നു. കുട്ടി ആ പായയിൽ കിടന്ന് കരയുകയായിരുന്നു. അവർ ഒരു കൈ കൊണ്ട് കുട്ടിയെ തലോടി, മറു കൈ കൊണ്ട് കാക്കയെ ഓടിച്ചു. നോക്കിയേ, അവിടെ അവർ മീൻ വിറ്റിട്ട് കേട്ടോ, അദ്ദേഹം മീൻ പിടിച്ചിട്ട് വരികയാണ്. ഇവർ മീൻ വിൽക്കാൻ അവരിങ്ങനെ നിൽക്കുന്നതായിട്ടാണ് അല്ലേ. മീനുണ്ട് പാത്രത്തിൽ, അപ്പം വിറ്റതിൻ്റെ ബാക്കി കൊണ്ടുവന്നതായിരിക്കും അല്ലേ. പിക്ചർ നോക്കിയേ. അമ്മൂമ്മ എന്താ അവിടെ? ഒരു കൈ കൊണ്ട് ഈ കൊച്ചിനെ ഇങ്ങനെ തട്ടി, കാരണം പൊടിക്കൊച്ച അല്ലേ, അതിനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തട്ടി കരയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. മറ്റേ കയ്യിൽ ഒരു കുഞ്ഞ് കമ്പ് ഇരിപ്പുണ്ട് കേട്ടോ. ആ കമ്പ് കൊണ്ട് എന്താ, ഈ മീൻ ഉണക്കാനിട്ട് കഴിഞ്ഞാൽ അവിടെയൊക്കെ കാക്കയൊക്കെ, കാരണം ഇതിനെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി വരും അല്ലേ, അതിനെ ഇങ്ങനെ ഓടിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ മുത്തശ്ശി. കേട്ടല്ലോ.
അങ്ങനെ അതാണ് ആ പടത്തിൽ കൊടുത്തിരിക്കുന്നത്. ഓരോ പടത്തിൻ്റെയും നോക്കണേ കുഞ്ഞുങ്ങളെ, കണ്ടോ, മനസ്സിലായാലും അത്രയും. അടുത്ത ശ്യാമം എന്ന് വെച്ചാൽ, ശ്യാമം എന്ന് വെച്ചാൽ എന്താ, അവരുടെ പേരല്ല കുഞ്ഞുങ്ങളെ, വൈകുന്നേരം അല്ലേ. വൈകുന്നേരമായി കടലിൽ നിന്നും മാർക്കറ്റിൽ നിന്നും എന്ന് വെച്ചാൽ വിൽക്കാൻ പോയ അമ്മയും മീൻ പിടിക്കാൻ പോയ അച്ഛനും എന്താണ്, മീൻ പിടിക്കുന്നയാളും ഭാര്യയും കൂടെ മടങ്ങി വരാറായി. അതായത് വൈകുന്നേരമായപ്പോൾ ഇനി മീൻ പെറുക്കി അകത്തേക്ക് കൊണ്ടുവരണമെന്നും ആ വൃദ്ധ അവിടെ ഇരുന്ന് കരുതി. വൈകുന്നേരമായി, ഓരോരുത്തരും അവരവരുടെ ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു വരാറായി. അപ്പോൾ ആ മുത്തശ്ശി അവിടെ നിന്ന് പറയാം, ഇനി മീനെല്ലാം പറക്കി അകത്ത് വെക്കണം അല്ലേ, അകത്ത് കൊണ്ട് വെക്കാം എന്നും പറഞ്ഞ് അവരെന്ത് ചെയ്തു, വരാന്തയിൽ കിടക്കുന്ന ആ മീനിൽ എന്താ കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് ഇവർ വെളിയിൽ വന്നിട്ട് ഈ മീനെ ചെന്ന് തൊട്ട് നോക്കിയപ്പോൾ മീൻ എന്താ കുഞ്ഞുങ്ങളെ അപ്പോഴും ഉണങ്ങിയിട്ടില്ല. മീൻ ആ ഇട്ടതുപോലെ തന്നെ കിടക്കുകയാണ് അല്ലേ, ഉണങ്ങിയിട്ടില്ല. ആ വയസ്സായ മുത്തശ്ശി ആ മീനുകളോട് ചോദിക്കുന്നതാണ് കേട്ടോ. എന്താ, അതാണ് ഇനി അടുത്തതിൽ പറയുന്നത്. ആ വയസ്സായ മുത്തശ്ശി ആ മീനുകളോട് ചോദിക്കുന്നതാണ് ഇനി അടുത്ത നമ്മൾ പറയുന്നത്. സിഗന്തി എന്ന് വെച്ചാൽ ഇവിടുത്തെ മീനിനെ പറയുന്ന, ഉണങ്ങിയ മീനിനെ പറയുന്നതാണ് കേട്ടോ. ഒരു തരം മീനാണ്. അല്ലയോ സിഗന്തി, നീ എന്താണ് ഉണങ്ങാത്തത്? നീ എന്താ സിഗന്തി ഉണങ്ങാത്തത്? നമ്മൾ ഈ ഒറ്റപ്പെട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. നീ എന്താ മീനെ ഉണങ്ങാത്തത് എന്ന് ആ മീനോട് ചോദിക്കുന്നതാണ്. അപ്പം ഈ സിഗന്തി തിരിച്ചു മറുപടി പറയുന്നതായിട്ടാണ്. ഇതൊരു കഥയല്ലേ, അപ്പം അതിനകത്തുള്ളൊരിത് കാണൂല്ലേ. മുത്തശ്ശിയമ്മേ അല്ലേ, എന്താ പറഞ്ഞത്, പുല്ല് വളർന്നു നിന്നതുകൊണ്ട് എനിക്ക് വെയിൽ കിട്ടിയില്ല. ആ മീൻ പറഞ്ഞ എന്താ, പുല്ലെല്ലാം നമുക്ക് ചുറ്റും വളർന്നു നിൽക്കുന്നത് കൊണ്ട് എനിക്ക് വെയിൽ കിട്ടിയില്ല, പിന്നെ എങ്ങനെ ഞാൻ ഉണങ്ങും? എന്നോട് എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത്? എന്നോട് ചോദിക്കാതെ മുത്തശ്ശി എന്നാ പുല്ലിനോട് പോയി ചോദിക്കേ. മീൻ പറഞ്ഞത് എന്താണ്, ഞങ്ങൾക്ക് ഉണങ്ങാൻ, എനിക്ക് വെയിൽ കിട്ടിയെങ്കിലെല്ലാം ഉണങ്ങാൻ പറ്റൂ. അപ്പോൾ എന്താ, പുല്ല് വളർന്നുകൊണ്ട് ഇങ്ങനെ മേളി വരെ പുല്ല് വളർന്നു നിൽക്കുന്നത് കൊണ്ട് എനിക്ക് എന്താ വെയിൽ കിട്ടിയില്ല, പിന്നെ എങ്ങനെ ഉണങ്ങും? എന്നോട് എന്തിനാണ് ചോദിക്കുന്നത്? പുല്ലിനോട് പോയി ചോദിക്കൂ എന്നാണ് ആ മീന് ആ മുത്തശ്ശിയോട് പറയുന്നത്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അല്ലേ, സീഗഡി ഓ സീഗഡി തും ക്യോം നഹി സൂഖി അല്ലേ, അല്ലയോ എന്താ സിഗന്തി, നീ എന്താണ് ഉണങ്ങാത്തത്? അപ്പം സീഗഡി പറഞ്ഞത് എന്താ, മുത്തശ്ശിയമ്മേ പുല്ല് വളർന്നു നിന്നതുകൊണ്ട് എനിക്ക് വെയിൽ കിട്ടുന്നില്ല, പിന്നെ എങ്ങനെ ഞങ്ങൾ ഉണങ്ങും? എന്നോട് ചോദിക്കാതെ അല്ല, ഞങ്ങളോട് ചോദിക്കാതെ മുത്തശ്ശി പോയി ആ പുല്ലിനോട് പോയി ചോദിക്കൂ എന്നാണ് അത്രയും പറയുന്നത്. അതെ, ഇതാണ് അവർ തങ്ങളിലുള്ള ഇത്. അടുത്ത അതിനകത്തിലൊക്കെ ചോദ്യമുണ്ട് കേട്ടോ, നമുക്ക് അത് എഴുതാം. അടുത്തത് ബൂഢി അമ്മ. നോക്കണേ കുഞ്ഞുങ്ങളെ, അവിടെ മുത്തശ്ശി അമ്മ പുല്ലിനടുത്തോട്ട് ചെന്നു. അപ്പോൾ പുല്ലാണല്ലോ ഈ മീൻ ഉണങ്ങാൻ സമ്മതിക്കാത്തത്. അപ്പോൾ മുത്തശ്ശി എന്നിട്ട് ഈ പുല്ലിനോട് ചോദിക്കുന്നതാ. എന്താ, മുത്തശ്ശി അമ്മ പുല്ലിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് ചോദിച്ചു, ഓ പുൽനാമ്പേ. ഖാസ് എന്ന് വെച്ചാൽ പുല്ലെന്നാണ് കേട്ടോ. ഖാസ് ഇത് വായിക്കാനാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം പോവും, അതുകൊണ്ട് ഞാനെങ്കിൽ മലയാളം വായിച്ചു പോവുകയാണ്. ഖാസ് എന്ന് വെച്ചാൽ പുൽനാമ്പ്. ഓ എന്താ പുൽനാമ്പേ പറയൂ. ഖാസ് അല്ല ബദാന ദൂബ് കെ ആഠേ ക്യോ ആയി എന്ന് വെച്ചാൽ പറയൂ, നീ എന്തിനാണ് വെയിലിന് മറവായി വന്നത്? അപ്പോൾ പുൽനാമ്പ് ഖാസിനെ ജവാബ് ദിയ. ഈ പുൽനാമ്പ് ഈ അമ്മൂമ്മ വന്ന് ചോദിക്കുന്ന, പുല്ല് എന്താ, നീ എന്തിനാ ഇത്രയും നീളത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് അല്ലേ, പറയൂ, നീ എന്തിനാണ് ഈ വെയിലുണ്ടെങ്കിലേ എൻ്റെ മീൻ ഉണങ്ങാൻ പറ്റത്തുള്ളൂ, വെയിലിന് മറവായിട്ട് നീ എന്തിനാണ് ഈ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നത് അമ്മൂമ്മ പുല്ലിനോട്. അപ്പോൾ പുല്ല് മറുപടി എന്താ പറഞ്ഞാൽ നോക്കിയാ, മുത്തശ്ശിയമ്മേ, നോക്കിക്കേ, ബൂഢി അമ്മ, മുത്തശ്ശിയമ്മ, വൃദ്ധയായ അമ്മേ, മുത്തശ്ശിയമ്മേ, പശുക്കുട്ടി എന്നെ തിന്നുന്നില്ല. നോക്കണേ കുട്ടികളെ, ബച്ചടേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പശുക്കുട്ടി എന്നാണ് കേട്ടോ. ഈ പശുക്കുട്ടികളൊന്നും എന്നെ തിന്നുന്നില്ല, പിന്നെ ഞാൻ എന്തു ചെയ്യും? എന്നോട് എന്തിനാണ് ഈ ചോദിക്കുന്നത്? പോയി ആ പശുക്കുട്ടിയോട് പോയി ചോദിക്കാൻ. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ഇല്ലേ, ആരോടൊക്കെ പോയി ചോദിച്ചു. ആദ്യം മീൻ വെയിലത്തിട്ടു, മീനോട് പോയി ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്, ഈ പുല്ല് വളർന്നു നിൽക്കുന്നത് കൊണ്ട് വെയിൽ ഞങ്ങളെ വെയിലടിക്കുന്നില്ല അല്ലേ, അതുകൊണ്ട് പുല്ലിനോട് പോയി ചോദിക്കുമെന്ന് പറഞ്ഞു. മുത്തശ്ശി പുല്ലിനോട് വന്ന് ചോദിച്ചപ്പോഴോ എന്താ പുല്ല് പശുക്കുട്ടികളൊന്നും പുല്ല് കഴിക്കുന്നില്ല, പിന്നെ ഞങ്ങൾ എന്തോ ചെയ്യും? ഒന്നുകിൽ ഞങ്ങളെ ആരെങ്കിലും വെട്ടിക്കളയണം അല്ലേ, പുല്ല് ഒന്നുകിൽ വളർന്നു നിൽക്കുന്ന ആരെങ്കിലും പിഴുത് കളയോ വെട്ടിക്കളയോ ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും പശുക്കൾ വന്ന് ഞങ്ങളെ തിന്നണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ.
അപ്പം എന്താ പശുക്കുട്ടിയോട് പോയി ചോദിക്കൂ എന്ന് ചോദിക്കുന്നത്. അതുകൊണ്ട് ഇപ്പുറത്ത് അമ്മൂമ്മ പശുക്കുട്ടിയുടെ അടുത്തോട്ട് വിട്ടിട്ടുണ്ടല്ലേ. എന്താ പശുക്കിടാവ്. അപ്പം മുത്തശ്ശിയമ്മേ മുത്തശ്ശിയമ്മേ അവിടെ മുത്തശ്ശിയമ്മേ പശുക്കുട്ടി എന്നെ തിന്നില്ല, പിന്നെ ഞാൻ എന്തു ചെയ്യും? എന്നോട് എന്തിനാണ് ചോദിക്കുന്നത്? പശുക്കുട്ടിയോട് പോയി ചോദിക്കൂ എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ പശുക്കിടാവ് മറുപടി നൽകി. പശുക്കുട്ടിയോട് പോയി ആ അമ്മൂമ്മ ചോദിക്കുന്നതാണ്. പശുക്കുട്ടി എന്താ പറഞ്ഞത്? ബച്ചടേനെ കഹ. എന്താ പറഞ്ഞത്? മുത്തശ്ശിയമ്മേ നോക്കിയേ, ബൂഢി അമ്മ, മുത്തശ്ശിയമ്മേ വീട്ടുകാർ എന്നെ കയറഴിച്ച് വിട്ടില്ല. വീട്ടുകാര് എന്നെ കയറഴിച്ച് വിടുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെയാ പോയി, ഞാൻ എന്ത് ചെയ്യാനാ? എന്നെ കെട്ടിയിട്ടേക്കുന്ന ഞാൻ എന്തോ ചെയ്യാനാ? എന്നെ ഒന്നുകിൽ കെട്ടഴിച്ച് വിടൂ, അല്ലേ എന്നെ അഴിച്ചു കൊണ്ടുപോയി അവിടെ കൊണ്ട് കെട്ടൂ ഇല്ലേ എന്ന് നമ്മൾ പറയത്തില്ലേ. ഞാൻ എന്ത് ചെയ്യും? എന്താണ് എന്നോട് ചോദിക്കുന്നത്? മുത്തശ്ശി എന്നാ വീട്ടുകാരോട് എന്ന് പറയാം എന്നെ അഴിച്ചു വിടാൻ, അല്ലേ? മുത്തശ്ശി ആ വീട്ടുകാരോട് പോയി ചോദിക്കൂ എന്നാണ് ആ പശു പറഞ്ഞത്. പശുവല്ല, പശുക്കുട്ടിയാ അല്ലേ, കുഞ്ഞാണ്. അപ്പം മുത്തശ്ശിയമ്മ അവരുടെ അടുത്തേക്ക്, മുത്തശ്ശിയമ്മ എങ്ങോട്ട് പോയി? ഇതെന്നാ ചെന്ന് അവരുടെ വീട്ടുകാരുടെ അടുത്ത് എന്ന് പറയാം ഈ പശുവിനെ അഴിച്ചു വിടാൻ. ഇവിടൊക്കെ ആ മുത്തശ്ശി പോയെന്ന് നോക്കിയേ. മുത്തശ്ശിയമ്മ അവരുടെ അടുത്തേക്ക് പോയി ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പശുക്കിടാവിനെ അഴിച്ചു വിടാത്തത്? അതിന് മറുപടി ആ മത്സ്യത്തൊഴിലാളിയുടെ ഭാര്യയാണ് പറഞ്ഞത്. മുത്തശ്ശിയമ്മേ കുട്ടി കരച്ചിൽ നിർത്താതെ ഞാൻ എങ്ങനെയാണ് ആ പശുക്കിടാവിനെ അഴിച്ചു വിടുന്നത്? എന്നോട് എന്തിനാണ് ഈ ചോദിക്കുന്നത്? ആ കുട്ടിയോട് പോയി ചോദിക്കൂ. നോക്കിക്കേ, അവിടുത്തെ ആ അമ്മയുടെ അടുത്ത് എന്ന് പറയുന്ന ബൂഢി അമ്മ ജബ് ബച്ചേ നേ റോനാന്ന് വെച്ചാൽ കരയാന്ന് കേട്ടോ. മുത്തശ്ശിയമ്മ അവരുടെ അടുത്തേക്ക് പോയി ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പശുക്കിടാവിനെ കയറഴിച്ച് വിടാത്തത്? അതിനുള്ള മറുപടി ആ മത്സ്യത്തൊഴിലാളിയുടെ ഭാര്യ. എന്നിട്ട് ഇവർ പറയുന്നുണ്ട്, എന്താ മുത്തശ്ശിയമ്മേ കുട്ടി കരച്ചിൽ എന്ന് വെച്ചാൽ വീട്ടിൽ ആ പൊടിക്കൊച്ചുണ്ട് അല്ലേ, ഈ കൊച്ച് കരച്ചിൽ നിർത്തുന്നില്ല, ഇതിനെ ഒന്ന് താഴോട്ട് വെച്ചിട്ട് വേണ്ട എനിക്ക് ആ പശുവിനെ ഒന്ന് അഴിച്ചു വിടാൻ, അല്ലേ? ഇത് 24 മണിക്കൂറും കരഞ്ഞുകൊണ്ടിരിക്കുക ഈ കൊച്ച്, ഇതൊന്ന് കരച്ചിൽ നിർത്തിയിട്ട് വേണം എനിക്ക് പോയിട്ട് ആ പശുവിനെ ഒന്ന് അഴിച്ചു കെട്ടാൻ, അല്ലേ? എന്തിനാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്? അതുകൊണ്ട് ആ കൊച്ച് അവിടെ കിടന്ന് കരയും, നിങ്ങൾ അതിനോട് അങ്ങ് ചോദിക്കൂ എന്ന്. അപ്പോൾ മുത്തശ്ശിയമ്മ കുട്ടിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു കേട്ടോ. മുത്തശ്ശിയമ്മ കുട്ടിയുടെ അടുത്ത് ചെല്ലുന്നതാണ് കേട്ടോ. കുട്ടിയുടെ അടുത്തിട്ട് ചെന്ന് ചോദിച്ചു എന്താ? അപ്പോൾ മുത്തശ്ശിയമ്മ കുട്ടിയുടെ അടുത്തെത്തി ചോദിച്ചു, അല്ലയോ ബൂഢി അമ്മ, അല്ലേ ബച്ചേനെ കഹ. അപ്പോൾ മുത്തശ്ശിയമ്മ കുട്ടിയുടെ അടുത്തെത്തി ചോദിച്ചു, അല്ലയോ കുട്ടി, നീ എന്തിനാണ് കരച്ചിൽ നിർത്താതിരിക്കുന്നത്? രോണാന്ന് വെച്ചാൽ കരയാന്ന് കേട്ടോ, അത് ഓർത്തോണ്ടേ നിങ്ങളെ. അല്ലയോ കുട്ടി, നീ എന്തിനാണ് ഈ കരച്ചിൽ എപ്പോഴും എപ്പോഴും ഈ കിടന്ന് കരയുന്നത് എന്തിനാ ആ മുത്തശ്ശി എന്ന് ചോദിക്കുന്നതാണ്. അപ്പൊ കൊച്ചു പറഞ്ഞ എന്താ? ബൂഢി അമ്മ എന്താ? മുത്തശ്ശിയമ്മേ എന്നെ എന്താണ് ചീംഡി എന്ന് വെച്ചാൽ ഉറുമ്പെന്നാണ് കേട്ടോ. എന്നെ ഉറുമ്പ് കടിക്കുക കേട്ടോ. എന്നെ അങ്ങ് എപ്പോഴും ഉറുമ്പ് കടിക്കുന്നുണ്ടാണ് ഞാൻ ഈ കിടന്ന് കരയുന്നത്. എനിക്ക് ഇനിച്ച് ഓടാൻ പറ്റുമോ? ഇല്ല, ഞാൻ എത്രയല്ലേ ആയുള്ളൂ അല്ലയോ, എനിക്ക് ഇറങ്ങി ഓടാൻ പറ്റുമോ? ഞാനിവിടെ കിടന്ന് കടി കൊള്ളുക അല്ലേ? എന്നെ ഉറുമ്പ് കടിച്ചു, എന്നോട് എന്തിനാണ് ചോദിക്കുന്നത്? ആ മുത്തശ്ശി എന്നാ ഉറുമ്പിനോട് എന്നങ്ങ് ചോദിക്കൂ എന്നാണ് പറയുന്നത് കേട്ടോ. ചീംടി സേ പൂച്ചോ, നിങ്ങൾ ആ എന്താ ഉറുമ്പിനോട് പോയി ചോദിക്കാനാണ് പറയുന്നത് കേട്ടോ. അത്രയാണ് കേട്ടോ, ഉറുമ്പിനോട് പോയി ചോദിക്കൂ. അപ്പം എന്തായിരിക്കും അമ്മ നോക്കിക്കേ, അടുത്ത ഇവിടെ മുതൽ ബൂഢി എന്താ ചീംഡിക്കെ പാസ് ഗൈ. അപ്പം എന്താ? മുത്തശ്ശി ഉറുമ്പിൻ്റെ അടുത്തേക്ക് പോയി. അല്ലേ ഉറുമ്പേ, നീ എന്തിനാണ് ഈ കുട്ടിയെ കടിച്ചത്? അല്ലേ? ഇതിൻ്റെയൊക്കെ അർത്ഥം വന്നേ നിങ്ങൾ കേട്ടോ, എല്ലാം നമ്മുടെ മുന്നിൽ ഇരിപ്പുണ്ട്, അർത്ഥം പറഞ്ഞങ്ങ് പോവുകയാണ്. എന്താ? അല്ലയോ ഉറുമ്പേ, എന്താ നീ എന്തിനാണ് എൻ്റെ കുട്ടിയെ കടിച്ചത്? മുത്തശ്ശിയമ്മേ ഈ പായ എൻ്റെ വഴി തടഞ്ഞിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ ഉറുമ്പ് അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് വരണമെങ്കിൽ, ഇനി വെളിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ പായ അവിടെ ഇട്ടേക്കുന്നതുകൊണ്ട് ഇതിന് ഇപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് വരാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ പായ എന്തുവാ? എൻ്റെ വഴി തടഞ്ഞിട്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ പായ അങ്ങ് മടക്ക്, എന്നിട്ട് എന്നെ പോകാൻ അനുവദിക്കുക എന്ന് നമ്മുടെ ഉറുമ്പ് പറയാ. അപ്പോൾ ഞാൻ ആരെയും കടിക്കത്തുമില്ല, ഞാൻ അങ്ങ് പൊയ്ക്കോളാവുന്നു, അല്ലേ? മുത്തശ്ശിയമ്മ ഉടനെ തന്നെ കുഞ്ഞിനെ എടുത്ത് പായ ഉറുമ്പ് പറയുന്നതാണ്ട. ഉറുമ്പ് പറയുന്ന മുത്തശ്ശി എന്താ ചെയ്തു? ഉടനെ ആ കുഞ്ഞിനെ എടുത്തിട്ട് കുഞ്ഞിനെ എടുക്കുന്നു, പായ തെറുക്കുന്നു. കണ്ടോ? അതൊക്കെ നല്ല ഒരു ഇതായിട്ടായി കൊടുത്തിരിക്കുന്നത്. നല്ലപോലെ അത് നോക്കണേ നിങ്ങൾ. അതൊക്കെ ആ കുഞ്ഞിനെ ആ പായയിൽ നിന്നങ്ങ് എടുത്തതിന് ശേഷം എന്താ? പായ തെറുക്കുന്നു, അല്ലേ? പായ മടക്കി വെച്ചു. ഉറുമ്പ് കുട്ടിയെ കടിക്കാതെ അതുവഴി കടന്ന് അവരെപ്പോഴും വരിയായിട്ടേ പോകത്തുള്ളൂ, ഇല്ലയോ? അങ്ങനെ വരിയായിട്ട് എന്താ അവർ പോവുകയാണ്. പിന്നെ അതുവഴി കടന്നുപോയി കുട്ടിയുടെ കരച്ചിൽ അന്നേരം നിർത്തുന്നു, അല്ലേ? കുട്ടിയുടെ അമ്മ പശുക്കിടാവിനെ എന്ത് ചെയ്യുന്നു? കുട്ടിയുടെ അമ്മ ചെന്നിട്ട് പശുക്കിടാവിനെ അഴിച്ചു വിടുന്നു. പിന്നെ അത് ചെന്ന് പുല്ല് തിന്നുന്നു, ഇല്ലേ? പിന്നീട് തീവ്രമായ ശക്തമായ വെയിലടിക്കുന്നത് കണ്ടോ. പിന്നെ നല്ല വെയിലടിക്കുന്നു.
അവിടെ കിടന്ന മത്സ്യങ്ങൾ ഇവിടെ വെയിലടിക്കുമ്പോൾ മത്സ്യങ്ങൾ ഉണങ്ങുന്നു. മുത്തശ്ശിയമ്മ സിഗന്തി മത്സ്യങ്ങളെ അല്ലേ, ആ മീനുകളെ എല്ലാം കൂടി വാരിക്കൂട്ടി അകത്തേക്ക് പോകുന്നതായിട്ടാണ്. അപ്പം നമ്മൾ ഈ വായിച്ചതെല്ലാം ചുരുക്കി ഇതിനകത്തിൽ പറയുന്നുണ്ട് കേട്ടോ. ഇതാണ് കുഞ്ഞുങ്ങളെ കഥ കേട്ടോ. ഓക്കെ ആണോ? അപ്പോൾ ഇതിനകത്ത് കുറേ വാക്കുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ടെസ്റ്റ് നമ്മൾ വായിച്ചില്ല, കഥ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് കുറേ വാക്കുകളുടെ അർത്ഥം ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇവിടെ സീഗടി മച്ചലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരം മീനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. മച്ചലി എന്ന് വെച്ചാൽ മീനാണ്, മച്ചലി എന്ന് വെച്ചാൽ ഫിഷ് അല്ലെങ്കിൽ മീനാണ് അല്ലേ. മച്ചുവാര എന്ന് വെച്ചാൽ മീൻപിടുത്തക്കാരനെ പറയുന്ന പേരാ, മീൻപിടുത്തക്കാരനെ പറയുന്ന പേരാണ് മച്ചുവാര കേട്ടോ. ചടായി, ചടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ പായ. ചബൂതരെ കൈവരി. ഖാസ് പുല്ല്. ധൂപ് വെയില്. ഔരത്ത് സ്ത്രീയ്. രസി കയറ്. ചിംഡി ഉറുമ്പ്. കാഠ കടിച്ചു. ബച്ചട പശുക്കുട്ടി കേട്ടോ. ബച്ചട എന്ന് വെച്ചാൽ പശുക്കുട്ടി. സമുദ്രം എന്ന് വെച്ചാൽ സീയ്. ആഗ് ഫയറ്. ആമ് മാംഗോ. ഇതൊക്കെ നല്ലതുപോലെ എഴുതിയെടുക്കണം കേട്ടോ. ഇതൊക്കെ എപ്പോഴും ആവശ്യമുള്ളതാണ്. നമ്മൾ 5ലും 6ാം ക്ലാസ്സുകാർക്കൊക്കെ ഈ വാക്കുകളൊക്കെ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. ചിംഡി എന്ന് വെച്ചാൽ ആൻ്റെ ഉറുമ്പാണ് കുഞ്ഞുങ്ങൾ കേട്ടോ. ആസാദി എന്ന് വെച്ചാൽ ഫ്രീഡം. ബാരിഷ് എന്ന് വെച്ചാൽ റെയിനാണ്. ധൂപെന്ന് വെച്ചാൽ വെയിൽ, സൺലൈറ്റ്. ചുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ടച്ചിഡ് കേട്ടോ. ഇത്രയും വാക്കാണ് നമുക്ക് ആദ്യമേ അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ അതിനകത്തിൽ നമ്മുടെ ടെസ്റ്റിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻ ആൻസറുകൾ ഓരോ സെൻറ്റൻസ് ഓരോ വരി പഠിക്കുമ്പോഴും പറയുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് നോക്കിക്കേ, ഒന്നാമത്തെ പേജിൽ തന്നെ ബച്ച പട പഠ ക്യോം രോത്ത രഹന രഹത്ത അല്ലേ, എങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഞാനത് നമുക്ക് ചുരുക്കി ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ ഇത്ര എഴുതിയാൽ മതി കുഞ്ഞുങ്ങളെ. അതായത് കുട്ടി കിടന്ന് കരയുന്നത് എന്തുകൊണ്ടായിരുന്നു? ചോദ്യം ഇതാ കേട്ടോ. എന്താ? ബച്ച പഠ പഠ ക്യോം രോത്ത രഹത്ത. കുട്ടി കിടന്ന് കരയുന്നത് എന്തുകൊണ്ടായിരുന്നു? നമ്മൾ ആ കഥ കേട്ടപ്പം നമുക്കറിയാം എന്തിനാ, അതിനെ ഉറുമ്പ് കടിച്ചുകൊണ്ടാണ് അത് കിടന്ന് കരഞ്ഞത് അല്ലേ. അത്രേ ഉള്ളൂ, സത്യത്തിൽ അത്രേ ഉള്ളൂ. ചീംഡി കാഠിനേസേ, ഉറുമ്പ് കടിച്ചത് കൊണ്ടാണ് ചീംഡി എന്ന് പറയണം കേട്ടോ. ചീംഡി എന്ന് വെച്ചാൽ ഉറുമ്പ്. എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഉറുമ്പ് കാഠിനെ കടിച്ചത് കൊണ്ടാണ് ആ കുട്ടി കരഞ്ഞത്. ഇനി അല്ലെങ്കിൽ വേണേ ഇങ്ങനെ പറയാം, ബച്ച പെടാ പെടാ ഇസലിയെ റോത്ത് रहता था क्योंकि उसे मछलियों से सुगंध नहीं मिलते थी। वह मछुआरे के घर का बचा था और उसे मछलियों के गंध पसंद थी। जब मछलियाँ बाजार से जाई जाती थी तब घर में वह गंध नहीं रहती थी, इसलिए बच्चा रोता रहता है. അത്രയും പഠിക്കാൻ ഞാൻ പറയുന്നില്ല, പറയാനെങ്കിൽ അത്രയും പറയാനുണ്ട്. ബട്ട് നമുക്കെന്താ, കുട്ടി എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി ഉറുമ്പ് കടിച്ചതുകൊണ്ടാണ് കരഞ്ഞത് അല്ലേ. ചീംഡി കാഠിനേസേ, അത്രയും മതി കുഞ്ഞുങ്ങളെ കേട്ടോ. ഇത് നിങ്ങൾക്ക് എഴുതാനും പഠിക്കാനും ബുദ്ധിമുട്ട്. നല്ലപോലെ പഠിക്കുന്ന പിള്ളേർ, നല്ലപോലെ പഠിക്കുന്ന വെച്ചാൽ ഫുൾ എപ്പോഴും നല്ലപോലെ ഹിന്ദിയൊക്കെ അറിയാവുന്ന, എപ്പോഴും ഹിന്ദി നല്ലപോലെ അറിയാവുന്ന കുട്ടികൾ ഇതൊക്കെ അങ്ങ് എഴുതി വെച്ചോണം. അല്ല ഒറ്റ വാക്കിന് നമ്മളോട് ചോദിച്ചാൽ കുട്ടി കിടന്ന് കരഞ്ഞ എന്തിനാ, കുട്ടിയെ ഉറുമ്പ് കടിച്ചത് കൊണ്ടാണ്, ഒറ്റ വാക്കിന് അതേ ഉള്ളൂ അല്ലേ. അത്രയും പറഞ്ഞാൽ മതി. അടുത്ത രണ്ടാമത്തത്, അടുത്ത മച്ചലിയാം അഫീഫി സുഖി നഹി ഥി. മീൻ ഇപ്പോഴും ഉണങ്ങിയിരുന്നില്ല. എന്തുകൊണ്ടാണ് മീൻ ഉണങ്ങാതിരുന്നത്? എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ്? ഉണങ്ങാൻ ആവശ്യമായ വെയിൽ അവിടെ കിട്ടിയിരുന്നില്ല, അതുകൊണ്ടാണ് മീൻ ഉണങ്ങാതിരുന്നത്. സൂഖിനെ കേലിയെ ആവശ്യക ധൂപ്. ധൂപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവരും നമ്മൾ പറഞ്ഞു, വെയിൽ അല്ലേ. ധൂപ് നഹി ഇല്ലായിരുന്നില്ലേ. ധൂപ് നഹി മിലി ഥി. സൂഖിനെ के നമ്മുടെ സൂഖിനെ കേലിയെ ആവശ്യക ധൂപ് നഹി മിലി ഹേ. ഉണങ്ങാൻ ആവശ്യമായ വെയിൽ ലഭിക്കാത്തത് കൊണ്ടാണ് മീൻ ഉണങ്ങാതിരുന്നത്. ഒറ്റ വാക്കിൽ അത്രയും പറഞ്ഞാലും മതി കേട്ടോ. അടുത്ത മുച്ച്സേ ക്യോ പൂച്ച്തി ഹോ ഖാസ് കെ പൂച്ചോ ആപ്പ് ഇസ്സേ സഹമത്ത് ഹേ ക്യോം. എന്തിനാണ് നീ എന്നോട് ചോദിക്കുന്നത്? പോയി പുല്ലിനോട് ചോദിക്കൂ. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇതിനോട് നിങ്ങൾ യോജിക്കും. പുല്ലിനോട് പോയി ചോദിക്കുന്ന ആദ്യം പറഞ്ഞത്. എന്താ മീൻ ഉണങ്ങാഞ്ഞതെന്ന് ചോദിച്ചപ്പം നിങ്ങൾ ആദ്യം പോയി എന്താ ആ പുല്ലിനോട് പോയി ചോദിക്കൂ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്താ സഹമത്ത് ഹൂം, യോജിക്കുന്നുണ്ട്. എന്താ ഖാസ് ഗൈഥി ഇസലിയെ ധൂപ് നഹീമില. പുല്ല് വളർന്നത് കൊണ്ട് വെയിൽ ലഭിച്ചിരുന്നില്ല അല്ലേ. ഖാസ് എന്ന് വെച്ചാൽ പുല്ലെന്നാണേ. പുല്ല് വളർന്നത് കൊണ്ടാണ് ഇസലിയെ ധൂപ് നഹീമില, വെയിൽ ലഭിക്കാതിരുന്നത് കേട്ടോ. അടുത്ത നാലാമത്തേത്
बछड़े को क्यों नहीं छोटा? इस पर आपका विचार क्या है? പശുക്കുട്ടിയെ അഴിച്ചുവിട്ടില്ല. എന്തുകൊണ്ട് അഴിച്ചുവിടാഞ്ഞതിന് കാരണം എന്താണ്? ബച്ചേനെ റോന അല്ലേ, ബച്ചേനെ റോന ബന്ദ് നഹി കിയാ ഥാ, കുട്ടി കരച്ചിൽ നിർത്തിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് എന്താ പശുക്കുട്ടിയെ അഴിച്ചു വിടാഞ്ഞത്. കുട്ടി കരച്ചിലാണ്, ഭയങ്കര കരച്ചിലായിരുന്നു അല്ലേ. ആ കരച്ചിൽ കൊണ്ടാണ് എന്താ ഇവർക്ക് ഈ കൊച്ചിനെ എന്താ കരച്ചിൽ സഹിക്കാൻ വയ്യാതെ അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങ് അയ്യത്ത് പോയി എന്നെ അഴിച്ചു കെട്ടാനൊന്നും പോകാതിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ. ബച്ചേനെ റോന ബന്ദ് നഹി കിയാ ഥാ. കഥ മനസ്സിലായോ നിങ്ങളെ? കഥ നല്ലപോലെ അങ്ങ് മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇനി അതിനകത്തിലെ എൻ്റെ ടെസ്റ്റിലെ കുറേ ചോദ്യം വാരി വലിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അതെ ഇവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. അണ്ടേ അമ്മൂമ്മ ആദ്യം പറഞ്ഞത് ആരോടാണ്? ആദ്യമേ ഏതാണ്ട് അവിടെ പടം കൊടുത്തിട്ടുണ്ട് അല്ലേ. ആദ്യമേ ചെന്ന് മീനിനോടാണ് പറഞ്ഞത് അല്ലേ. അവിടെ അവിടെ എഴുതി വെച്ചിട്ട് മച്ചലി. ഇതാണ്ട് ഇവിടെ ഞാൻ എഴുതി മച്ചലി. മച്ചലി എന്ന് വെച്ചാൽ എന്താ? ഫിഷ് കേട്ടോ. മച്ചലി എന്ന് വെച്ചാൽ ഫിഷാണ്. അത് നമ്മൾ മച്ചലിയോടാണ് ആദ്യം പറഞ്ഞത് അല്ലേ. അപ്പം മച്ചലി ആരോടാ പറഞ്ഞത്? നിങ്ങൾ എന്ത് ചെയ്യുക? മച്ചലി പറഞ്ഞത് നിങ്ങൾ ആദ്യമേ പോയി എന്താ ആ പുല്ലിനോട് എന്ന് പറയാനാണ് പറഞ്ഞത്. പുല്ലിന് നമ്മൾ എന്താ പറയുന്നത്? ഖാസ് കേട്ടോ. ഖാസാണ് പുല്ല്. പിന്നെ പുല്ലിനോട് പറഞ്ഞപ്പോൾ പുല്ലെന്താ പറഞ്ഞത്? നിങ്ങൾ പോയി പശുക്കുട്ടിയോട് അല്ലേ. അവിടെ ബച്ചട ബച്ചട. നിങ്ങൾ ആ പുല്ല് തിന്നുന്ന ആരാ? ബച്ചടയോട് എന്ന് പറയാൻ അല്ലേ. ബച്ചട എന്ന് വെച്ചാൽ എന്താ? പശുക്കുട്ടി. അപ്പം എന്താ പശുക്കുട്ടി പറഞ്ഞ എന്താ? എന്നെ അവരെ അഴിച്ചു വിട്ടില്ല. എന്നെ ആ വീട്ടുകാർ അഴിച്ചു വിട്ടെങ്കിലല്ല എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. ആരാ? വീട്ടുകാരിക്ക് എന്താ പറയുന്നത്? ഔരത്ത്, ലേഡി, സ്ത്രീ, ഔരത്ത്. ആ ലേഡി ആ സ്ത്രീ എന്നെ അഴിച്ചു വിട്ടില്ല. അഴിച്ചു വിടാതെ ഞാൻ എങ്ങനെ പോകും? അവരെന്താ പോകാഞ്ഞത്? ഈ കൊച്ചി കിടന്ന് കരച്ചിലായിരുന്നു അല്ലേ. അതുകൊണ്ടല്ലേ അവർ പോകാഞ്ഞത്. ബച്ച ആ കുട്ടി കിടന്ന് കരച്ചിലായിരുന്നു. അതുകൊണ്ടാണ് ഇവരതിനെ അഴിച്ചു വിടാൻ പോകാഞ്ഞത്. ഈ കൊച്ചെന്തിനാ കരഞ്ഞത്? അതിനെ ഉറുമ്പ് കടിച്ചത് കൊണ്ടാണ്. ഇത് നല്ലൊരു കഥയായിരുന്നു കേട്ടോ. ചീംഡി എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? ആൻറ്റ്, ഉറുമ്പ് അല്ലേ. ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഫില്ല് ചെയ്യണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഫസ്റ്റ് അമ്മുമ്മ അല്ലേ, ആ മുത്തശ്ശി വന്ന് മച്ചലിയോട് ചോദിച്ചു, നീ എന്താ മീനെ അല്ലേ, എന്താ ഉണങ്ങാഞ്ഞത് എന്താന്ന് ചോദിച്ചു. പറഞ്ഞു, എനിക്ക് വെയിലടിക്കുന്നില്ല, ഈ പുല്ല് വളർന്നിരിക്കുന്നതുകൊണ്ട് വെയിലടിക്കുന്നില്ല. അപ്പോൾ പുല്ല് പറഞ്ഞ് എന്താ എന്നെ ഒന്നുകിൽ എന്നെ എന്താ ആരെങ്കിലും മുറിച്ച് മാറ്റണം, അല്ലെങ്കിൽ എന്താ പശുക്കൾ ആരെങ്കിലും വന്ന് കഴിക്കണം അല്ലേ, എന്താ ബച്ചട വന്ന് കഴിക്കണമെന്ന്. അപ്പോൾ ബച്ചട എന്താ പറഞ്ഞത്? അയ്യോ എന്നെ ആ സ്ത്രീയെ ആ കയറി കെട്ടിയിട്ടേക്കോ അഴിച്ചു വിടുന്നില്ല. ഔരത്ത് കേട്ടോ, സ്ത്രീ ഔരത്ത് അഴിച്ചത്. അപ്പോൾ അവർ പറഞ്ഞ എന്താ? ഈ കൊച്ചു കിടന്ന് കരച്ചിലാണ്, ഞാൻ എങ്ങനെ അയ്യത്ത് പോയി അഴിച്ചു കിട്ടും അല്ലേ. കുട്ടി ബച്ച എന്തിനാ കിടന്ന് കരഞ്ഞത്? ഉറുമ്പ് ഉറുമ്പ് കടിച്ചിട്ടാണ് കേട്ടോ. എളുപ്പം അല്ലയോ കുഞ്ഞുങ്ങളെ? ഓക്കെ. ഇനി ഇങ്ങനൊരു കാര്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ഞാൻ പറയാമേ. ഇപ്പം ഇവിടെ നോക്കിയാൽ രംഗിതേ ഉചിത് സംവാദ് സെ, ഇവിടെ ബോക്സിനകത്തിൽ 5 ബോക്സും 5 പടവും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജബ് ബച്ചേനെ റോനെ ഹി ബന്ദ് നഹി കിയാ തോമേം ബച്ചഡേ കോ കൈസേ ചോർത്തി എന്ന് പറയുന്നുണ്ട്. എന്തുവാണെന്നറിയാമോ? അതിനെക്കുറിച്ചൊന്ന് നോക്കണേ കുഞ്ഞില്ലേ. കുഞ്ഞു കരച്ചിൽ നിർത്താതായപ്പോൾ ഞാൻ എങ്ങനെയാ പശുക്കുട്ടിയെ ഉപേക്ഷിക്കും എന്ന് പറയുന്നുണ്ട് അല്ലേ. അത് ആരാ പറഞ്ഞത്? ഈ ഔരത്ത് ഈ വര നേരെ ഇടണേ കേട്ടോ. ഈ ലേഡിയാ പറഞ്ഞത്. കുഞ്ഞ് കരയുന്നതുകൊണ്ട് കേട്ടോ. ഇത് അടുത്ത പിന്നെ രണ്ടാമത്തത് ബച്ചടേനെ മുഛേ നഹി ഖായ തോമേം ക്യാ കരു ഉണ്ടോ. രണ്ടാമത്തത് എന്താ? കിടാവ് എന്നെ തിന്നുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ ആരാ? പുല്ലാണ് പറഞ്ഞത് കേട്ടോ. പുല്ല് നിങ്ങൾ അതിൻ്റെതായ നേരെ വരയ്ക്കാനാ കേട്ടോ. ഒന്നാമത്തത് ബച്ചേന്ന് കാണുമ്പോൾ ഔരത്താണ്, ലേഡിയുടെ കടുക്കണം. പുല്ല് പറയുന്നത് ഇത് ഖായ. അടുത്ത മൂന്നാമത്തെ ഖർക്കി ഔരത്തിലെ വീട്ടിലെ സ്ത്രീ എൻ്റെ കയർ അഴിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ ആരാണ്? ആ പശുവാ പറഞ്ഞത് അല്ലേ. പശു. ഓക്കെ. അടുത്ത നാലാമത്തത് ഒരു മുച്ചേ ചീംഡീനെ കാട്ടാത അല്ലേ. ഒരു ഉറുമ്പ് കടിച്ചാൽ ഞാൻ പിന്നെ ഉറുമ്പ് കടിച്ചാൽ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാ. ആ കൊച്ച ഉറുമ്പ് എന്നെ കിടന്ന് കടിക്കുമ്പോൾ ഞാൻ പിന്നെ കരയാതെ അല്ലേ പറഞ്ഞത്.
ആ കൊച്ചാണ്. പിന്നെ ഒരെണ്ണോടുണ്ടല്ലോ, തും ചടായി കോ ലെപ്പേഡ് കോ ഓർ മുച്ചേ ജാനേത്തോ, അല്ലേ? ലപ്പീഡ്. ഓക്കെ, നീ എന്താ പായ ചുരുട്ടി വെച്ചിട്ട് എന്നെ അങ്ങ് വിട്ടേക്കെന്ന് പറഞ്ഞ ആരാണ്? ഉറുമ്പാണ് കേട്ടോ. ഉറുമ്പാൻ്റെ ചിണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ ഓരോന്നും കറക്റ്റായിട്ട് വരച്ച് എടുത്തോണം കേട്ടോ. ഓക്കെ ആണോ? കറക്റ്റായിട്ട് വരച്ചെടുക്കണേ. പിന്നെ ഇപ്പുറത്തൊക്കെ കുറേ ഇതിനകത്ത് നിന്നൊക്കെ കുറേ വാക്കുകൾ കളക്ട് ചെയ്ത് എഴുതാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നല്ലതുപോലെ എഴുതണേ. അതായത് ഞാൻ വാരി വലിച്ച് മൊത്തം കൂടെ തരുന്നില്ല. എൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയായിരുന്നു. ഇതിനകത്ത് കുറേ വാക്കുകൾ ഇപ്പം നോക്കൂ കുഞ്ഞുങ്ങൾ. ഇതിനകത്ത് നിന്നാണ്ട് മച്ചലി, നമ്മൾ ഒന്നാമത്തെ മച്ചലി. പിന്നെ സമുദ്ര, നമ്മൾ പഠിച്ച കുറേ വാക്കുകൾ ഇതിനകത്ത് നിന്ന് കളക്ട് ചെയ്ത് നടി താഴെ എഴുതാനാണ് കേട്ടോ. മച്ചലിയുണ്ട്, സമുദ്രമുണ്ട്, പിന്നെ കൊട്ടയാഗ്, ഉണ്ട് ബൂംഡി, ബൂംഡി, പിന്നെ ചീണ്ടി. നമ്മളിപ്പോൾ പഠിച്ചതിൽ നിന്നുള്ളതാണ് കേട്ടോ. ആസാദി, പിന്നെ എൻ്റെ മച്ചുവ ഇല്ലായിരുന്നല്ലേ. അങ്ങനെ നിങ്ങൾ കളക്ട് ചെയ്തിട്ട് മച്ചുവ എന്നൊരു വാക്കുണ്ടായിരുന്നു, മച്ചുവ. പിന്നെ ബർസി ഉണ്ട് വേണമെങ്കിൽ അല്ലേ. ചുവ ടച്ച്ഡ് ഉണ്ടായിരുന്നു. ചുവ എന്ന് വെച്ചാൽ ടച്ച് ചെയ്യാന്ന് കേട്ടോ. ചുവ ടച്ച് മുമ്പ് നമ്മൾ ആ കുറേ മീനിങ് പഠിച്ചതിനകത്തിലുണ്ട് കേട്ടോ. ചുവ. പിന്നെ ധൂപുണ്ട്. നിങ്ങൾ ഇപ്പം നമ്മൾ ആ പഠിച്ചതിനകത്ത് നിന്ന് കുറേ വാക്ക് സെലക്ട് ചെയ്ത് അവിടെ എഴുതാനായിട്ടോ. അതിന് ഇവിടെ ഒരു 9 വാക്ക് താഴെ ബോക്സിനകത്തിൽ എഴുതാനായിട്ടോ. അത് കറക്റ്റായിട്ട് അങ്ങ് എഴുതിയെടുക്കണേ. പിന്നെ ഇപ്പുറത്ത് ഞാൻ പ്രധാനപ്പെട്ട മാത്രമേ ഒന്നുള്ളൂ. ഇപ്പുറത്ത് കണ്ടോ നിങ്ങൾ, എൻ്റെ ഇത് സമച്ച് ചൂൻകർ ലീക്കേ. നോക്കിയേ, ഇവിടെ മച്ചുവാര. നീ പിടിക്കുന്ന ആളിനെ ആണാണെങ്കിൽ അത് മച്ചുവാര, അപ്പം പെണ്ണാണെങ്കിൽ അവരെന്താ മച്ചുവാരിന്, കേട്ടോ. ഉണ്ടോ? ഇത് മച്ചുവാര, ഇത് മച്ചുവാരിൻ കേട്ടോ. ഇനി പതി എന്ന് വെച്ചാൽ ഇപ്പുറത്തെ പത്നിയാണ് കേട്ടോ. പത്നി എന്ന് എഴുതുന്നത് പായ എഴുതി തായ എഴുതിയിട്ട് നായ എഴുതണം കേട്ടോ. പത്നി രണ്ടാമത്തെ. മൂന്നാമത്തെ ബച്ച അല്ലേ, ആൺകുട്ടി. അപ്പം ഇപ്പുറത്ത് എന്താ ബച്ച, ബച്ചി, ബ 2 ചായിട്ടിട്ട് ബച്ചി. പിന്നെ ബൂംഡ അല്ലേ, ബൂംഡ എന്ന് വെച്ചാൽ വൃദ്ധൻ എന്നാണ്. അപ്പം അമ്മൂമ്മയ്ക്കോ ബൂംഡി ഉണ്ടോ. ഇതെല്ലാം നടി ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മച്ചുവാൻ്റെ ഒന്നാമത്തെ ആയത് കേട്ടോ, മച്ചുവാര. ഇച്ഛായാണ് മച്ചുവാരിൻ വരും. മച്ചുവാരിൻ കേട്ടോ. കറക്റ്റായിട്ട് അതങ്ങ് എഴുതിയെടുക്കണേ. 1, 2 കണ്ട നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ അനുസരിച്ച് കേട്ടോ. പിന്നെ ഇതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. ഇത് നിങ്ങൾ ഇതൊക്കെ പഠിക്കണം കേട്ടോ. യഹ് ധർത്തി ഹമാരി ഹി നഹി ആനേവാലി എന്താ പീഠിയാം കോഫിഹെ അല്ലേ. ഓക്കെ, അത് ഇത് ഇതുപോലെ അങ്ങ് എഴുതിയിട്ട് ഇവിടെ ഒരു പടം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആ പടമൊക്കെ നല്ലതുപോലെ വരച്ചെഴുതണം. പിന്നെ ഇവിടെ ഘർമേം, സ്കൂൾ മെയിം, സമാജിമേം. എന്തൊക്കെയാത്? ഘർമേം നമ്മുടെ വീട്ടിൽ കച്ചരയൊക്കെയോ അലഗ് കർക്കേ രഖേ, പ്ലാസ്റ്റിക് കച്ചരേനെ ജലായേം. മാലിന്യങ്ങൾ നമ്മൾ തരം തിരിച്ച് സൂക്ഷിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. വീടുകളിൽ നമ്മൾ മാലിന്യങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് മാലിന്യങ്ങൾ തരം തിരിച്ച് സൂക്ഷിക്കുക എന്ന് പറയുന്നുണ്ട്. അലഗ് കർക്കേ രഖേ. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കച്ചരേനെ ജലായേം, പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും കത്തിക്കരുത് എന്നും പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഈ ഹിന്ദി അങ്ങ് എഴുതിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. സ്കൂളിൽ കച്ചര ഇധർ ഉദർനെ ഫൈലായേം, പാനി ബർബാദ് ന കരയും. മാലിന്യങ്ങൾ തള്ളരുത്. അവിടെ നമ്മൾ ഈ കൊണ്ടുവന്ന ചോറിൻ്റെ ഒക്കെ കൊണ്ടുവന്ന പ്ലാസ്റ്റിക് അതൊക്കെ ഇല്ലേ കുഞ്ഞുങ്ങളെ, അതെല്ലാം അവിടെ എവിടെയൊന്നും ഇട്ടേക്കരുത്. അതുപോലെ തന്നെ വെള്ളം പാഴാക്കരുത്. ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. വെള്ളം പാഴാക്കരുത്, മാലിന്യങ്ങൾ അവിടെ എവിടെയും കൊണ്ട് ഇട്ട് തള്ളരുത്. സമൂഹത്തിലാണെങ്കിലോ ചുറ്റുപാടുകളിലൊക്കെ പ്ലാസ്റ്റിക് ഉപയോഗന കരേ,
ഇപ്പം എന്താ പ്ലാസ്റ്റിക് കഴിവതും ഉപയോഗിക്കാതിരിക്കുക നല്ലേ. പ്ലാസ്റ്റിക് പൊതുവേ നിർത്തിയേക്കുക. സ്വച്ഛത അഭിയാനോമേം ഫാഗിലേ, നിങ്ങൾ ഏതെങ്കിലും ഒരു 2 വെച്ച് അതിന് പഠിച്ചിരിക്കണം കേട്ടോ. ഇത് ചോദിക്കുന്നതാണ്. വീട്ടിലെങ്ങനെയാണ്, സ്കൂളിൽ എങ്ങനെയാണ്, സമാജിൽ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇത് ഇത്രയാണ് ടെസ്റ്റിനകത്തിലെ പ്രധാനം. ഇനി ഒത്തിരി അതിനകത്തിലെ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടോ നിങ്ങളെ, പിന്നെ ഒന്നും വയ്യാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാനിതൊന്ന് പറഞ്ഞത്. എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റുന്നെങ്കിൽ അത്രേ ആയിക്കോട്ടെ കേട്ടോ. അപ്പം ഇച്ചിരി എങ്കിലും കഥയെങ്കിലും മനസ്സിലായെങ്കിൽ ആ കമൻ്റ് ഒന്ന് പറയണേ കേട്ടോ. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത പാഠം ഒന്ന് ട്രൈ ചെയ്യാം, ഇല്ലെങ്കിൽ വിട്ടേരെ കേട്ടോ. ഓക്കെ ഞങ്ങളെ, താങ്ക് യു.